അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. ഒരു ചീഫ് ജസ്റ്റിസിനെ ഭള്ളു പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരുന്ന ഗതികേടുണ്ടായ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും. സ്പ്രിംഗ്ലർ കേസ് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ K-Phone തകർക്കാനും ഇതേ VD സതീശനും കൂട്ടരും ഹൈക്കോടതി പോയിരുന്നു. അന്നും ഇതേപോലെ കോടതി കേസെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരുന്നു. സംശയമുണ്ട്. K-Phone അഴിമതി ആരോപണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ടെൻഡർ നടപടികൾ തുടരാമെന്ന് കോടതി അറിയിച്ചു. ശരൺ വീണ്ടും ചേരുന്നുണ്ട്. ശരൺ, പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. K-Phoneൽ തുടർ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. AI ക്യാമറ കൊണ്ടുവന്ന് നാട്ടിൽ വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴും സതീശൻ അത് തടയാൻ ഹർജിയുമായി കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ടിരുന്നു. AI ക്യാമറ സ്ഥാപിച്ചതിലെ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഹർജികൾ തള്ളി. ഹർജിയിൽ വസ്തുതകളോ തെളിവുകളോ ഇല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ബട്ട് സതീശൻ നൽകിയ ഈ ഹർജികളിലെല്ലാം ഒരു സാമ്യമുണ്ട്. അവയെല്ലാം തന്നെ BJP നിയന്ത്രിക്കുന്ന CBI പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ളവയായിരുന്നു. കോൺഗ്രസ് നേതാവായ സതീശൻ അവരുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വേട്ടയാടുന്ന CBIയെ തന്നെ ഇവിടെ കേരളത്തിൽ അന്വേഷണത്തിന് വിളിക്കുന്നത് അത്ര നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു? AI ക്യാമറ മുതൽ വിഴിഞ്ഞം വരെ നാടിന് ഗുണമുള്ള എന്ത് പദ്ധതിയെയും സതീശൻ ഹർജി നൽകി തടയാൻ ശ്രമിക്കും. കഴിയുമെങ്കിൽ BJPക്കും അതിന്റെ ഏജൻസികൾക്കും ഒരു കളമൊരുക്കാനും ശ്രമിക്കും. എന്തായാലും ഈ മനുഷ്യൻ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്ന കാലം വരെ കേരളം സേഫാണ്.